ഹായ്, ഗ്രേപ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിലേക്ക് എത്തിയ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകളുടെ ഒരു തുടക്കകാലത്ത് ഒരു 25 കൊല്ലം മുമ്പ് ഇത് പറഞ്ഞാൽ കേട്ടാൽ ആൾക്കാർക്ക് മനസ്സിലാകുന്നതിന് മുമ്പ് ഈ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ ഹെൽത്ത് കെയർ നമ്മൾ അവതരിപ്പിച്ചതാണ് മാർക്കറ്റിലേക്ക്. ആ കാലഘട്ടത്തിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ HIMS എന്ന് വിളിക്കപ്പെടുന്ന, അതർവൈസ് HIS എന്ന് വിളിക്കപ്പെടുന്ന ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ബില്ലിംഗ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഹോസ്പിറ്റലുകൾ പലപ്പോഴും ആശ്രയിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ നമ്മൾ EMR കുറിച്ച് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാനും പലപ്പോഴും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഇത് രണ്ടാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ അവിടെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിന് നമ്മൾ ഒരു ഡിജിറ്റൽ ഫോം എന്ന ഒരു വേർഡ് പോലും പറയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയിൽ വന്ന് HIMS സോഫ്റ്റ്വെയർ വിൽക്കുന്നത് പോലെ കൊടുത്തു തുടങ്ങുകയും എന്നിട്ട് ഡോക്ടേഴ്സിന് കമ്പ്യൂട്ടർ വെച്ചാൽ നമുക്ക് ഏതൊക്കെ മരുന്നുകളാണ് നമ്മുടെ ഫാർമസിയിലും സ്റ്റോക്കിലും ഉള്ളതെന്ന് കാണാൻ പറ്റും, ഡോക്ടർക്ക് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് CPOE കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻസ് ഓർഡർ എൻട്രിയെ നമ്മൾ ഒരു ട്രിക്കി വേയിൽ കൂടെയാണ് ആ കാലഘട്ടത്തിൽ ഹോസ്പിറ്റലുകൾക്ക് കൊടുത്തിരുന്നത്. അങ്ങനെ പരിചയപ്പെട്ട ആദ്യകാലത്ത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിലേക്ക് കടന്നു വന്ന ധാരാളം ഡോക്ടർമാരുണ്ട്. വളരെ ഏജ്ഡ് ആയ ഡോക്ടർമാരൊക്കെ അന്ന് വളരെ സുഖകരമായി തന്നെ അതിലേക്ക് പെട്ടെന്ന് പരിശീലിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം വർഷങ്ങൾ നമ്മൾ പല ഹോസ്പിറ്റലുകളെയും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ ഒരു തലത്തിലേക്ക് കൊണ്ടുവരുമ്പോഴും IP EMR അസാധ്യമാണെന്ന് തോന്നിയ ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകൾ പലപ്പോഴും കോടതി കേസുകൾ വന്നാൽ പ്രശ്നമാകുമെന്നൊരു തെറ്റിദ്ധാരണ ആ കാലഘട്ടത്തിൽ ഹോസ്പിറ്റലുകളിലൊക്കെ ഉണ്ടായിരുന്നു. വളരെ ശ്രമകരമായ പ്രവർത്തനങ്ങളിൽ കൂടെയാണ് നമ്മൾ ആ കാലഘട്ടത്തിൽ IP EMRലേക്ക് ഹോസ്പിറ്റലിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടിരുന്നത്. അതിന് കോവിഡ് എത്തുന്നത് വരെ ചില ഹോസ്പിറ്റലുകൾ കാത്തിരുന്നു എന്നതാണ് കൗതുകകരമായ അവസ്ഥ. കാരണം കോവിഡിന് തൊട്ട് മുമ്പ് വരെ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഉപയോഗിക്കാതിരിക്കുന്നതിന് ഡോക്ടർമാരോ അല്ലെങ്കിൽ OPDകളിലോ ഒക്കെ പറഞ്ഞിരുന്ന ഒരു കാരണം ഞങ്ങൾക്ക് ഈ പേഷ്യൻസിനെ തൊട്ട് നോക്കേണ്ടതുണ്ട്, അവരോടുള്ള കണക്ടിവിറ്റി നഷ്ടപ്പെടും കമ്പ്യൂട്ടറിലേക്ക് നോക്കിയാൽ എന്നൊക്കെയാണ്. കോവിഡ് സമയത്ത് നമ്മൾ കണ്ടതാണ്, ഒരു സ്ക്രീനൊക്കെ വെച്ചിട്ട് അതിനപ്പുറത്തൊക്കെ ദൂരെ പേഷ്യൻറ്റിനെ ഇരുത്തിയിട്ട് കൺസൾട്ടേഷൻ നടത്തുന്ന സാഹചര്യങ്ങൾ. പേഷ്യൻറ്റിൻ്റെ കയ്യിലിരിക്കുന്ന ഫയലായാലും നേഴ്സ് കൊണ്ടുവന്ന ഫയലായാലും ഒന്ന് ഡോക്ടർമാർക്ക് കയ്യിലേക്ക് മേടിക്കാൻ പേടിയുള്ള ഒരു കാലം. COVID-19 നമുക്ക് തന്ന വലിയ അഡ്വാൻറ്റേജുകളിൽ ചിലത് നമുക്ക് പറയേണ്ടി വരും. ഒരുപാട് കഷ്ടങ്ങളുണ്ടായെങ്കിലും അതിൽ ഒരു അഡ്വാൻറ്റേജ് ആണ് മെഡിക്കൽ റെക്കോർഡ്സ് ഡിജിറ്റലൈസ് ചെയ്യപ്പെടുക എന്നതിന് ഒരു വേദി ഒരുങ്ങി കിട്ടി എന്നത്. അപ്പോഴത്തേക്ക് ഗ്രേപ്സിനുണ്ടായിരുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ വളരെയധികം ഹോസ്പിറ്റലിലെ അതൊന്നുമല്ലാത്ത സാഹചര്യത്തിൽ തന്നെ ഡിജിറ്റലൈസ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന കാരണം ആഫ്റ്റർ കോവിഡ് വളരെയധികം ഹോസ്പിറ്റൽ നമ്മൾ അക്രോസ് ഇന്ത്യക്ക് പുറത്ത് ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ നമുക്ക് ഡിജിറ്റലൈസ് ചെയ്യാനായിട്ടെന്ന് സാധിച്ചു. അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം ഇതാണ്, ഇന്ന് കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടിരിക്കുകയാണ് ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിൽ. സോ നമ്മൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും മനോഹരമായ യൂസർ ഫ്രണ്ട്ലി ആയ ഡിജിറ്റലൈസേഷൻ ടൂളായി ഹോസ്പിറ്റൽസിനെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ കഴിയുന്നൊരു തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സോഫ്റ്റ്വെയർസിനെ കുറിച്ച് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്ന് ആരും ബില്ലിംഗ് സോഫ്റ്റ്വെയർ അന്വേഷിക്കാറില്ല. ഇന്ന് കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ സോഫ്റ്റ്വെയറാണ് അന്വേഷിക്കുക. ഇന്ന് ആയിരക്കണക്കിന് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിരിക്കുമ്പോഴും ഈ 25 കൊല്ലം ഡിജിറ്റലൈസേഷന് വേണ്ടി ശ്രമിച്ച കമ്പനികൾ കുറവാണ്. സോ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ്, ബിൽഡ് ചെയ്യപ്പെട്ട സൊല്യൂഷൻസിൻ്റെ ആക്യുറസി, എറർ ഫ്രീ ആയിട്ട് ഓടാൻ കഴിയുന്ന ആയിരക്കണക്കിന് പേഷ്യൻസ് OPയിലെത്തുന്ന ആയിരക്കണക്കിന് പേഷ്യൻ്റ് IPയിൽ ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിന് ഒരു ഇൻട്രപ്ഷനും കൂടാതെ ഉപയോഗിക്കാൻ കഴിയുന്ന അത്രയും ഫൈൻ ട്യൂൺ ചെയ്യപ്പെട്ട ഒരു ഹൈബ്രിഡ് ആർക്കിടെക്ചറിലുള്ള, ഇത് വെറൊരു എക്സിക്യൂട്ടബിൾ ഫയൽ സോഫ്റ്റ്വെയറോ ഒരു വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആയിട്ട് ലിമിറ്റ് ചെയ്യപ്പെടുകയോ ഒരു മൊബൈൽ ആപ്ലിക്കേഷനായിട്ട് ലിമിറ്റ് ചെയ്യപ്പെടുകയോ അല്ല, ഹൈബ്രിഡ് ആർക്കിടെക്ചർ സോഫ്റ്റ്വെയറാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഹെൽത്ത് കെയറിന് ഒരു ഹൈബ്രിഡ് ആർക്കിടെക്ചർ സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്തത് ഗ്രേപ്സ് ആണ്. ഈ അടുത്ത കാലത്താണ് പലരും അത്തരത്തിലൊരു ശ്രമം പോലും നടത്തി തുടങ്ങിയത്. സോ നമ്മുടെ ഹോസ്പിറ്റലുകളിലേക്ക് ചിന്തിക്കാൻ കഴിയുന്ന കംപ്ലീറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ, അതർവൈസ് കംപ്ലീറ്റ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സോഫ്റ്റ്വെയർ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് സൊല്യൂഷൻ ഗ്രേപ്സ് IDMR.